എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെത്തിയിട്ടുള്ളത് നിലമ്പൂരിനടുത്തുള്ള മുണ്ടേരി എന്ന സ്ഥലത്താണ് കേട്ടോ. നിങ്ങളെ പേരെന്തായിരുന്നു? വിഷ്ണു. ഞങ്ങൾ മുണ്ടേരി പോയ സമയത്താണ് പുഴയിൽ ഒരുപാട് പേര് എന്തൊക്കെ ചെയ്യുന്ന കാണുന്നത്. കുറേ പേര് മണൽ വാരുന്നു, ഇവിടെ ട്രേ ഉണ്ട്, ആ ട്രേയിലേക്ക് തട്ടുന്നു, അത് റീഫ്രഷ് ചെയ്ത് എന്തൊക്കെ ചെയ്യുന്നു. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൗതുകത്തിൽ നിങ്ങൾ ചെന്ന് ചോദിച്ചപ്പോഴാണ് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഇവർ പുഴയിൽ നിന്ന് സ്വർണം മരിച്ചെടുക്കുകയാണ്. അപ്പോൾ ദിവസം 12,000 രൂപയുടെ സ്വർണ്ണമൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഞാനും ഇതുപോലെ ഈ സ്വർണം മരിച്ചെടുക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ആ കാഴ്ചകൾ നമുക്ക് കണ്ടുവരാം. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ഉണ്ട് കേട്ടോ. ഈ പുഴയുടെ താഴെ ഭാഗം മുതൽ മുകൾ ഭാഗം വരെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ പുഴയിൽ ഇങ്ങനെ ഒരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മണൽ വാരി കൊണ്ടുവന്ന് ഈ ട്രേയിലേക്ക് തട്ടി അത് വെള്ളത്തോണ്ട് കഴുകി കളയാൻ ചെയ്യുന്നത്. ആ കഴുകി കളഞ്ഞിട്ടാണ്, ഇതൊരു പുതിയ ടെക്നോളജിയാണ് കേട്ടോ. ഇത് നമ്മളെ വിഷ്ണു ചേട്ടനാണിത് ട്രൈ ചെയ്യണത്. അപ്പോൾ വിഷ്ണു ചേട്ടത്തിനെ കുറിച്ച് കൂടുതൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വയനാട് ദുരന്തത്തിന് ശേഷമാണ് ഞങ്ങൾ ഈ വഴിക്ക് വരുന്നത്. അപ്പോഴാണ് ഈ ഒരു കാഴ്ച നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ സ്വർണം മരിച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ ശരിക്കും വ്യക്തമായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഈ സ്വർണം മരിച്ചെടുക്കുന്നത് കണ്ടിട്ടില്ലെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഈ പുഴയുടെ സൈഡിലായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കുറേ പാത്രങ്ങളും അതുപോലെ തന്നെ ഇവർ ഈ സ്വർണം മരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു പാത്രങ്ങളൊക്കെ ഈ സൈഡിൽ ഒരുപാടുണ്ട്. നമ്മൾ ഈ പോണ വഴിക്കലൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മരം എന്ന് പറഞ്ഞാൽ വാഗമരം അല്ലെങ്കിൽ മഹാഗണിക്ക് വെച്ചിട്ടാണ് ഈ ഒരു പലക ഉണ്ടാക്കുന്നത്. ഇതിന് നല്ല വില ഉണ്ട് കേട്ടോ. വളരെ കനം കുറഞ്ഞൊരു രീതിയിലാണ് ഈ ഒരു പാത്രം ഉണ്ടാക്കുന്നത്. പിന്നെ ഇതൊക്കെ പാരമ്പര്യമായിട്ടുള്ള ഒരു പാത്രങ്ങളാണ്. നമ്മുടെ പുഴയുടെ സെൻട്രൽ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ് ആ പലക കേട്ടോ. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് ഇവർ അത് ചെയ്തത്. അപ്പോൾ നമ്മുടെ വിഷ്ണു ചേട്ടന് നമ്മുടെ സ്വർണം ഈ ഒരു സാധനത്തിൽ വെച്ച് നമ്മുടെ സാധാ ചവിട്ടിയാണിത്. ഈ ചവിട്ടിയിൽ സ്വർണം ഉണ്ടാവുമെന്നാണ് വിഷ്ണു ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അത് ഇതിൽ എങ്ങനെയാണ് ഈ സ്വർണം കിട്ടുക എന്നുള്ളത് നമുക്ക് ശരിക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവർ നേരത്തെ ചെയ്ത ആ ട്രേയിൽ ഈ ചവിട്ടി അവിടെ വെച്ചിട്ട് അതിലേക്ക് മണൽ തട്ടി അതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ച ആ ഒരു ചവിട്ടിയാണിത്. അപ്പോൾ അതിൽ ഒരുപാട് മണലൊന്നും തങ്ങി നിൽക്കില്ല, കുറച്ച് മണൽ മാത്രമേ നിൽക്കുള്ളൂ. ആ മണൽ ഇവിടെ ഒരു പാത്രത്തിലേക്ക് തട്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നല്ലവണ്ണം ഈ അവരെ ആ ഒരു പാത്രത്തിലേക്ക് മണൽ ആയിട്ടുണ്ട്. അപ്പോൾ വിഷ്ണുചേട്ടൻ്റെ അമ്മയും വല്യമ്മയും ഭാര്യയും അതുപോലെ കുടുംബക്കാർ കുറേ പേരുണ്ട് ഇവിടെ. അപ്പോൾ അവരാണിത് ചെയ്ത് തരുന്നത്. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസുള്ള ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ വളരെ നല്ല ക്ഷമ വേണ്ട ഒരു സംഭവമാണിത്. അപ്പോൾ ഇവർക്കിത് എക്സ്പീരിയൻസ് ഉള്ളത് കാരണം വളരെ നൈസായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇതുപോലെ ചെയ്താണ് ഇവർക്ക് ഇതിൽ ഈ സ്വർണ്ണ അയിര് കിട്ടുന്നത്. ആ സ്വർണ്ണ അയിര് എന്ത് ചെയ്യും, ഇവർ അവസാനം മെർക്കുറി വെച്ചിട്ട് ഇത് സെറ്റാക്കി വെച്ച് അത് സ്വർണ്ണക്കട്ടാക്കി മാറ്റിയിട്ടാണ് ഇവരിത് കടകളിൽ പോയിട്ട് വെക്കുന്നത്. അങ്ങനെ ഇവരെ ഒരു കുലത്തോടാണിത് സംഭവം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് നമുക്ക് ഈ ഒരു സ്വർണ്ണ അയിര് കിട്ടുന്നത്.
ശരിക്കും കളയണം എന്നാലേ കാണും. ആ മണലില്ലേ ആ കളഞ്ഞാൽ കുടിക്കുന്നതാണ്. ക്യാമറക്ക് കാണാൻ പറ്റുന്ന അറിയില്ല, ഒക്കെ കാണുന്നുണ്ട്. നിങ്ങൾ എപ്പോഴാണ് വരും ഇവിടെ? രാവിലെ വരും? രാവിലെ വരും. ആ എപ്പോഴാണ് പോവാ? ആ. ആ കറുപ്പ് മാത്രം നിർത്തിക്കും അല്ലേ? കറുപ്പ് കളയും. ഈ കറുപ്പ് കളയും. സ്വർണ്ണം മാത്രം ലാസ്റ്റ് എടുക്കുള്ളൂ. അതല്ല, അത് അടിയിലുണ്ടോ? കണ്ട് കണ്ട് ഷേപ്പ് കൊടുക്കണല്ലേ. നീ കണ്ടോളി, വന്നോളി വന്നോളി വന്നോളി. കനുള്ളതല്ലേ, കനുള്ളോണ്ട് രാവിലെ അല്ല കുറച്ച് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ